ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുള്ളൂ. ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ നിങ്ങളും ബിസിനസ്സിന് രണ്ടാണ്. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ. പല ആൾക്കാരുടെയും വിഷയം പറഞ്ഞാൽ ഞാൻ കമ്പനിയുടെ മുതലാളിയല്ലേ, അപ്പോൾ എനിക്ക് കാശ് എപ്പോഴും എടുക്കാമെന്നൊരു തോന്നലുണ്ടാവും. യെസ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയെ സംബന്ധിച്ച് നിങ്ങളൊരു എംപ്ലോയി മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കമ്പനിയുടെ CEO ആയിരിക്കും, MD ആയിരിക്കും, പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് യു ആർ എൻ എംപ്ലോയി. അപ്പോൾ എംപ്ലോയിക്ക് കാശ് എടുക്കാൻ പറ്റുന്ന റൈറ്റ് എന്താ? ശമ്പളം എടുക്കുക. ആ ശമ്പളം എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് ശമ്പളം എടുക്കാൻ പറ്റും. അത് ആസ് എ MD നിങ്ങളുടെ റൈറ്റാണ്. ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കണം, അത് കമ്പനിയെ തന്നിരിക്കണം. അത് നിങ്ങൾക്കും കമ്പനിയുടെ ഈ ബന്ധം മനസ്സിലാക്കിയോ അന്ന് രക്ഷപ്പെട്ടു. അതോടൊപ്പം കമ്പനിയോടൊപ്പം ഒരു റവന്യൂ ഉണ്ടാക്കുക, ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കുക, അതിലൊരു റിസർവ് എപ്പോഴും ഉണ്ടാക്കി കാണിക്കുക, അതിലും ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക. ഫസ്റ്റത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു വർഷം കമ്പനിക്ക് ഒരു റവന്യൂ ഒന്നുമില്ലെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ കമ്പനി റൺ ചെയ്യാനുള്ള കാശ് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ ട്രഷറിയിൽ ഡേ 1 തുടങ്ങി ഉണ്ടാക്കുക.